അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ഡിഫറൻസ് ബിറ്റ്വീൻ തെർമോപ്ലാസ്റ്റിക് ആൻഡ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത്. എന്തൊക്കെ ആയിരുന്നു? ഒന്നാമത്തെ എന്തായിരുന്നു? ഹീറ്റ് ചെയ്യുമ്പോൾ തെർമോപ്ലാസ്റ്റിക് ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? സോഫ്റ്റ് ആയി മാറും, അതായത് ലിക്വിഡ് ആയി മാറും. കൂളാവുമ്പോഴോ അത് ഹാർഡായി മാറും. കൂളാവുമ്പോൾ ഹാർഡായി മാറും. വീണ്ടും ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് സോഫ്റ്റ് ആയി മാറും, അതായത് ലിക്വിഡ് ഫോമിൽ മാറും. വീണ്ടും തണുപ്പിക്കുമ്പോഴോ അത് ഹാർഡായി മാറും. അങ്ങനെ ഈ പ്രോസസ്സ് നമുക്ക് എത്ര പ്രാവശ്യവും നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ അതിന് കാരണം എന്തായിരുന്നു? ഫിസിക്കൽ ചേഞ്ച് ആണ്. രണ്ടാമത്തെ പോയിന്റ്, ഫിസിക്കൽ ചേഞ്ച് ആണ് എന്ത് തെർമോപ്ലാസ്റ്റിക്കിൽ ഉണ്ടാവുന്നത്. ഓക്കെ, ഇവിടെയോ വെൻ ഇറ്റ് ഈസ് ഹീറ്റഡ് ഇറ്റ് ബിക്കം ഹാർഡ് ആൻഡ് പ്രോസസ് കനോട്ട് ബി റിപ്പീറ്റഡ്. അപ്പൊ ഇവിടെ നടക്കുന്നത് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിൽ എന്താ സംഭവിക്കുന്നത്? എല്ലാ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളും, എക്സാമ്പിൾ സ്വിച്ച് ബോർഡിന്റെ പ്ലാസ്റ്റിക് ഇല്ലേ, അതൊരു മീഡിയം ഹാർഡ് ആയിരിക്കും. ഹീറ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ സ്വിച്ച് ബോർഡിന്റെ പ്ലാസ്റ്റിക്കും എന്താണ്? ഒരു മീഡിയം ഹാർഡ് ആയിരിക്കും, വെരി ഹാർഡ് അല്ല. പക്ഷെ ഹീറ്റ് ചെയ്യുമ്പോൾ അത് വെരി ഹാർഡായി മാറും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇറ്റ് ബിക്കം ഹാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഹാർഡായി മാറും. ഇനി ഇത് തണുപ്പിക്കുമ്പോഴോ? തണുപ്പിക്കുമ്പോൾ ഒന്നും സംഭവിക്കില്ല. വീണ്ടും ഹീറ്റ് ചെയ്യുമ്പോഴോ ആ വെരി ഹാർഡ് എന്ന പ്രോപ്പർട്ടി ഒരിക്കലും മാറില്ല കേട്ടോ. അതാണ് ദ പ്രോസസ് കനോട്ട് ബി റിപ്പീറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം ഹാർഡ് ആയിട്ടുള്ള തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ വെരി ഹാർഡായി മാറും. പിന്നെ അത് വീണ്ടും നമ്മൾ ചൂടാക്കിയ തണുപ്പിക്കുകയൊന്നും ചെയ്ത് കഴിഞ്ഞാൽ ഈ വെരി ഹാർഡ് എന്നുള്ള പ്രോപ്പർട്ടി മാറില്ല കേട്ടോ. അതാണ് ഇവിടെ കാരണം. എന്താണ്? കെമിക്കൽ റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, പിന്നെ നോ ക്രോസ് ലിങ്ക്ഡ് ബോണ്ട് പ്രസന്റ്. ഇവിടെ ക്രോസ് ലിങ്ക്ഡ് ബോണ്ട് പ്രസന്റ് ആണ്, അതായത് മോണോമേഴ്സുകൾ തെർമോപ്ലാസ്റ്റിക്കിൽ ഹീറ്റ് ചെയ്യുമ്പോൾ തെർമോപ്ലാസ്റ്റിക്കിൽ മോണോമേഴ്സ് തമ്മിൽ ഹീറ്റ് ചെയ്യുമ്പോൾ പുതിയ ബോണ്ട് ഫോം ചെയ്യുന്നില്ല. മോണോമേഴ്സ് പരസ്പരം ഉണ്ടാക്കുന്ന ബോണ്ടിനെയാണ് എന്ത് വിളിക്കുക? ക്രോസ് ലിങ്ക്ഡ് ബോണ്ട് എന്നാണ് വിളിക്കുക. ക്രോസ് ലിങ്ക്ഡ് ബോണ്ട് കേട്ടോ. അപ്പൊ തെർമോപ്ലാസ്റ്റിക് ഹീറ്റ് ചെയ്യുമ്പോൾ മോണോമർ തമ്മിൽ പരസ്പരമുള്ള ബോണ്ട് സ്പെഷ്യൽ കോവാലന്റ് ബോണ്ട്, മോളിക്യൂൾ തമ്മിലുള്ള സ്പെഷ്യൽ കോവാലന്റ് ബോണ്ട്, അതായത് ക്രോസ് ലിങ്ക്ഡ് ബോണ്ട് ഫോം ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിൽ എന്താ സംഭവിക്കുന്നത്? സ്വിച്ച് ബോർഡിന്റെ പ്ലാസ്റ്റിക്കിൽ ഹീറ്റ് ചെയ്യുമ്പോൾ മോണോമേഴ്സ് തമ്മിൽ ഒരു ക്രോസ് ലിങ്ക്ഡ്, അതായത് പരസ്പരമുള്ള ഒരു കോവാലന്റ് ബോണ്ട്, ഒരു ന്യൂ ടൈപ്പ്, പുതിയ ടൈപ്പ് ഒരു കോവാലന്റ് ബോണ്ട് മോണോമേഴ്സിന്റെ ഇടയിൽ ഫോം ചെയ്യുന്നുണ്ട്. അതായത് മോണോമേഴ്സിനെ നമുക്ക് ഓരോ ലെയറുകളായിട്ട് എടുക്കാം. ഒന്നാമത്തെ ലെയർ, രണ്ടാമത്തെ ലെയർ, മൂന്നാമത്തെ ലെയർ. ഈ ലെയറുകൾ തമ്മിൽ പരസ്പരം ഉണ്ടാകുന്ന സ്പെഷ്യൽ കോവാലന്റ് ബോണ്ടിനെയാണ് എന്ത് വിളിക്കുന്നത്? ക്രോസ് ലിങ്ക്ഡ് ബോണ്ട് എന്ന് വിളിക്കുന്നത്. അത് തെർമോ സെറ്റിംഗിലാണ് ഉണ്ടാവുന്നത് ഹീറ്റ് ചെയ്യുമ്പോൾ. ഇവിടെ ഉണ്ടാവുന്നില്ല, ഹീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നില്ല. ഓക്കെ, പിന്നെ ഇറ്റ് ഫോളോസ് അഡീഷൻ പോളിമറൈസേഷൻ. ഇത് അഡീഷൻ പോളിമറൈസേഷൻ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അഡീഷൻ പോളിമറൈസേഷൻ അല്ലെങ്കിൽ അഡീഷൻ പോളിമർ എന്താണെന്ന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന് ഇറ്റ് ഫോളോസ് അഡീഷൻ പോളിമറൈസേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ചെയിൻ ഗ്രോത്ത് പോളിമറൈസേഷൻ എന്നും പറയും. ചെയിൻ ഗ്രോത്ത് എന്ന് പറയുന്നത് ചെയിൻ ഗ്രോത്ത് മെക്കാനിസം ആണ് തെർമോപ്ലാസ്റ്റിക്കിൽ ഉണ്ടാകുന്നത്. ഇവിടെ ഇറ്റ് ഫോളോസ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. അപ്പൊ കണ്ടൻസേഷന്റെ എന്ത് മെക്കാനിസം ആണ്? സ്റ്റെപ്പ് ഗ്രോത്ത് മെക്കാനിസം ആണ്. അതുകൊണ്ട് സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷൻ എന്ന് പറയും. സ്റ്റെപ്പ് ഗ്രോത്ത് മെക്കാനിസം എന്ന് നമ്മൾ അഡീഷൻ പോളിമറും കണ്ടൻസേഷൻ പോളിമറും പറഞ്ഞില്ലേ? ഓക്കെ, പിന്നെ ഇറ്റ് ക്യാൻ ബി റീസൈക്കിൾഡ്. എല്ലാ തെർമോപ്ലാസ്റ്റിക്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീസൈക്കിൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ ഇറ്റ് കനോട്ട് ബി റീസൈക്കിൾഡ്. ഞാൻ എഴുതിയപ്പം ഇറ്റ് ക്യാൻ ബി എന്നാണ് എഴുതിയത്, തെറ്റാണ് കേട്ടോ. ഇറ്റ് കനോട്ട് ബി റീസൈക്കിൾഡ് എന്നാണ് ഇവിടെ വരേണ്ടത് കേട്ടോ. അപ്പൊ എല്ലാ തെർമോപ്ലാസ്റ്റിക്കിനെയും എന്ത് ചെയ്യാൻ പറ്റും? റീസൈക്കിൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ത് ചെയ്യാൻ പറ്റില്ല? റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇറ്റ് ക്യാൻ ബി എന്നല്ല, കനോട്ട് ബി എന്നാണ് കേട്ടോ. നോട്ട് എന്ന് ഇവിടെ മിസ്സായി പോയിട്ടുണ്ട്. ഞാൻ നോട്ട് തരുമ്പോൾ കറക്റ്റ് ചെയ്യും കേട്ടോ. ഇറ്റ് കനോട്ട് ബി റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല. സ്വിച്ച് ബോർഡിന്റെ പ്ലാസ്റ്റിക് ഒരിക്കലും ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തെർമോപ്ലാസ്റ്റിക് റീസൈക്കിൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ചിലത് സിമ്പിൾ ആണ്, ചിലത് വളരെ ബുദ്ധിമുട്ടാണ്, എന്നാലും റീസൈക്കിൾ ചെയ്യാൻ പറ്റും കേട്ടോ.
ഇവിടെ ഇറ്റ് ക്യാൻ ബി റീമോൾഡഡ്, റീമോൾഡ് ചെയ്യാൻ പറ്റും. അതായത് ഏത് ഷേപ്പിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ. തെർമോ പ്ലാസ്റ്റിക് നമ്മളൊരു പെർട്ടിക്കുലർ ഷേപ്പിൽ ആദ്യം ഉണ്ടാക്കി, ആ ഷേപ്പിൽ നിന്ന് വേറെ ഏത് ഷേപ്പിലോട്ടും അത് മാറ്റാൻ പറ്റും. അതാണ് റീമോൾഡ് ചെയ്യുക. മോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഷേപ്പിലോട്ട് മാറ്റുക. റീമോൾഡ് ചെയ്യുക പറഞ്ഞാൽ അതിനെ ഒരു ഷേപ്പിലാക്കിയിട്ട് അതിനെ വീണ്ടും വേറെ ഷേപ്പിലോട്ട് മാറ്റാൻ പറ്റും ഇവിടെ തെർമോപ്ലാസ്റ്റിക്കിൽ. പക്ഷെ ഇറ്റ് കനോട്ട് ബി റീമോൾഡ്. ഇവിടെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഒരു പെർട്ടിക്കുലർ ഷേപ്പിലാക്കി മാറ്റി കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഷേപ്പിലോട്ടും അത് മാറ്റാൻ പറ്റില്ല കേട്ടോ. അതാണ് ഇറ്റ് കനോട്ട് ബി റീമോൾഡ്. പിന്നെ നമ്മളെന്താ പറഞ്ഞിരുന്ന എക്സാമ്പിൾ PVC, പോളിത്തീൻ, പോളിപ്രൊപ്പീൻ, ഇവിടെ ബാക്കലൈറ്റ്, യൂറിയ, ഫോർമാൽഡിഹൈഡ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, ഇനി നാച്ചുറൽ റബ്ബർ. എന്താണ് നാച്ചുറൽ റബ്ബർ? പോളി ഐസോപ്രീൻ എന്നാണ് അതിന്റെ കെമിക്കൽ. നാച്ചുറൽ റബ്ബർ, റബ്ബർ കറ അല്ലെ, റബ്ബറിൽ നിന്ന് കിട്ടുന്ന റബ്ബർ കറ, അതാണ് നാച്ചുറൽ റബ്ബർ. പോളി ഐസോപ്രീൻ എന്നാണ് ഇതിന് വിളിക്കുക. പോളി ഐസോപ്രീൻ, അതായത് ഇതിന്റെ മോണോമർ എന്താണ്? ഐസോപ്രീൻ എന്നാണ്. 2-methyl-1,3-butadiene, 2-methyl-1,3-butadiene, അതാണ് ഐസോപ്രീൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ പോളി 2-methyl-1,3-butadiene വിളിക്കുന്ന പേരാണ് നാച്ചുറൽ റബ്ബർ കേട്ടോ. അതിന് നമ്മൾ പോളി ഐസോപ്രീൻ എന്ന് പറയും. 2-methyl-1,3-butadiene, അതാണ് ഐസോപ്രീൻ കേട്ടോ. അതിന്റെ പോളി ആയിട്ടുള്ളത് പോളിമർ ആണെന്ന് നാച്ചുറൽ റബ്ബർ എന്ന് പറയുന്നത്. അപ്പൊ നാച്ചുറൽ റബ്ബറിന്റെ കെമിക്കൽ നെയിം പോളി ഐസോപ്രീൻ ആണ് കേട്ടോ. ഓക്കെ, ഇറ്റ് ഈസ് എ പോളിമർ ഓഫ് ഐസോപ്രീൻ. ഐസോപ്രീന്റെ ഒരു പോളിമർ ആണ്. അപ്പൊ നാച്ചുറൽ റബ്ബറിന്റെ കെമിക്കൽ നെയിം എക്സാമിന് ചോദിക്കാറുണ്ട്. പോളി ഐസോപ്രീൻ ആണ്. അതിന്റെ മോണോമർ എന്താണ്? ഐസോപ്രീൻ, അതും ചോദിക്കും. ഇസ് എ പോളിമർ ഓഫ് ഐസോപ്രീൻ മോണോമർ. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് നാച്ചുറൽ റബ്ബർ. നാച്ചുറൽ റബ്ബറിന്റെ പ്രോപ്പർട്ടി എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമുക്കറിയുന്ന കാര്യം, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇറ്റ് ഈസ് സ്റ്റിക്കി, അല്ലെ, റബ്ബർ കറ എന്ത് ചെയ്യും? ഒട്ടിപ്പിടിക്കും. ഇറ്റ് മെൽറ്റ്സ് വെൻ ഇറ്റ് ഈസ് ഹീറ്റഡ്, ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് മെൽറ്റ് ചെയ്യും, ഉരുകും. ലോ ഇലാസ്റ്റിസിറ്റി, ഇലാസ്റ്റിസിറ്റി കുറവാണ്. ഇറ്റ് റിയാക്ട്സ് വിത്ത് വാട്ടർ ആൻഡ് ഓർഗാനിക് സോൾവെന്റ്. റബ്ബർ കറ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വെള്ളവുമായി റിയാക്ട് ചെയ്യും, അതേപോലെ ഓർഗാനിക് സോൾവെന്റുമായിട്ടും റിയാക്ട് ചെയ്യും. ഇറ്റ് റിയാക്ട്സ് വിത്ത് ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്സിഡൈസിങ് ഏജന്റ് എന്താന്ന് പിന്നീട് നമ്മൾ പറയും കേട്ടോ. അപ്പൊ എല്ലാ ഓക്സിഡൈസിങ് ഏജന്റുമായിട്ട് എന്ത് ചെയ്യും? ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആളുകളാണ്. ഇലക്ട്രോൺ സ്വീകരിക്കുന്ന സബ്സ്റ്റൻസ്, അതുമായി റിയാക്ട് ചെയ്യും. അതായത് എക്സാമ്പിൾ ആണ് ഓക്സിജൻ, ഓക്സിജനുമായി റിയാക്ട് ചെയ്യും. പിന്നെ ലോ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റിംഗ് പവർ, ലോ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റിംഗ് പവർ, അതായത് അത് ഗുഡ് ഇൻസുലേറ്റർ ആണ്. അതായത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇല്ല കേട്ടോ. ഇലക്ട്രിക്കൽ ഇൻസുലേറ്റിംഗ് പവർ ആണ്. സ്വിച്ച് ബോർഡിൽ നിന്ന് നമുക്ക് കറണ്ട് പിടിക്കില്ല. കാരണം എന്താണ്? ലോ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റിംഗ് പവർ, ഇൻസുലേറ്റിംഗ് പവർ കുറവാണ്. പിന്നെ ലോ ടെൻസൈൽ സ്ട്രെങ്ത്, അതിന്റെ സ്ട്രെങ്ത് ഇപ്പൊ അതിനെ വലിച്ച് നമ്മൾ ഒരു സാധനത്തിനെ വലിച്ചു നീട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് പെട്ടെന്ന് നീളുകയാണെങ്കിൽ, ഇപ്പൊ റബ്ബർ ബാൻഡിനെ നമ്മൾ വലിച്ചു നീട്ടി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? അത് പെട്ടെന്ന് നീളും അല്ലേ? പെട്ടെന്ന് നീളും. പെട്ടെന്ന് നീളാത്ത ആണെങ്കിൽ ലോ ടെൻസൈൽ സ്ട്രെങ്ത് എന്നാണ് വിളിക്കുക. പെട്ടെന്ന് നീളുന്നത് ലോ കേട്ടോ. അല്ല, ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സോറി കേട്ടോ, ടെൻസൈൽ സ്ട്രെങ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതല്ല. ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ റബ്ബർ ബാൻഡിനെ വലിച്ചു കഴിഞ്ഞാൽ അത് നീളുമല്ലോ, നീളും. കാരണം എന്താണ്? ലോ ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. ഇനി നമ്മൾ ഒരു ഇരുമ്പിനെ പിടിച്ചു വലിച്ചു കഴിഞ്ഞാൽ അത് നീളൂല. കാരണം എന്താണ്? അത് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. അപ്പൊ ഇത് ലോ ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. അതായത് റബ്ബർ കറ വലിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നീണ്ടുപോകും അല്ലേ? ഇതൊക്കെയാണ് എന്ത്? ഇതിന്റെ പ്രോപ്പർട്ടി. ഇനി വൾക്കനൈസേഷൻ. അപ്പൊ റബ്ബർ കറക്ക്, അതായത് പോളി ഐസോപ്രീന് എന്താണ്? നമുക്ക് ആവശ്യമുള്ള ഒരു ഗുണവും അതിനില്ല. സ്റ്റിക്കിയാണ് റബ്ബർ കറ. അതുകൊണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി ഒക്കെ ഉള്ളത് കൊണ്ട് റബ്ബർ കറ നമുക്ക് ഒരു ആവശ്യത്തിനും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അത് മാറ്റണം. ഇപ്പൊ ടയറുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെ, റബ്ബർ കറ എന്തിനാ ഉപയോഗിക്കുന്നത്? ടയർ ഉണ്ടാക്കാൻ. അപ്പൊ റബ്ബർ കറ നമ്മൾ നേരിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ എന്താ ചെയ്യുക? സൾഫറിന്റെ കോമ്പൗണ്ട് അതിൽ ആഡ് ചെയ്യും, എന്നിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ അതിന് എന്ത് സംഭവിക്കും? അതിന് നല്ല പ്രോപ്പർട്ടികൾ അതിന് വരും.
അതായത് സ്റ്റിക്കി എന്നുള്ളത് നോൺ സ്റ്റിക്കി ആയി മാറും. ഇറ്റ് മെൽറ്റ്സ് വെൻ ഇറ്റ് ഈസ് ഹീറ്റഡ്. ഹീറ്റ് ചെയ്യുമ്പോൾ മെൽറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി കുറയും. അതേപോലെ ഹൈ ഇലാസ്റ്റിസിറ്റി ആയി മാറും, ലോ ഇലാസ്റ്റിസിറ്റി ആയി മാറും, ഹൈ ഇലാസ്റ്റിസിറ്റി ആയി മാറും കേട്ടോ. അങ്ങനെ ഈ പ്രോപ്പർട്ടി ഒന്നും നമുക്ക് ആവശ്യമുള്ള പ്രോപ്പർട്ടി അല്ല. ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നാച്ചുറൽ റബ്ബറിനെ എന്താക്കി മാറ്റുക? നമുക്ക് ആവശ്യമുള്ള എല്ലാ ആപ്ലിക്കേഷനും ഉപയോഗിക്കാൻ പറ്റുന്ന റബ്ബറാക്കി മാറ്റുക കേട്ടോ. ഇപ്പം ബ്യൂണ എൻ എന്ന് പറഞ്ഞ റബ്ബർ ഉണ്ട്. അത് മനുഷ്യന്മാർ ലബോറട്ടറിയിൽ ഉണ്ടാക്കിയതാണ്, ലാബിൽ. അതുകൊണ്ട് അത് ഉപയോഗിച്ചിട്ടാണ് ടയറുകൾ അതുപോലുള്ള എല്ലാ റബ്ബർ ഷീറ്റുകളും ഒക്കെ ഉണ്ടാക്കുന്നത്. സിന്തറ്റിക് റബ്ബർ എന്നാണ് പറയുന്നത് കേട്ടോ. ബ്യൂണ എസും ബ്യൂണ എന്നും കേട്ടോ, ആ രണ്ട് റബ്ബറുകൾ. പക്ഷേ നാച്ചുറൽ റബ്ബറിന് ഈ പ്രോപ്പർട്ടി ഒന്നുമില്ല. അപ്പൊ ഈ പ്രോപ്പർട്ടി ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നാച്ചുറൽ റബ്ബറിൽ സൾഫർ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ സൾഫറിന്റെ കോമ്പൗണ്ട് ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഹീറ്റ് ചെയ്യുക. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് വൾക്കനൈസേഷൻ. അതാണ് വൾക്കനൈസേഷൻ. വൾക്കനൈസേഷൻ അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് നാച്ചുറൽ റബ്ബർ, അതായത് പോളിഐസോപ്രീൻ, ഇൻ ദി പ്രസൻസ് ഓഫ് സൾഫർ അല്ലെങ്കിൽ സൾഫർ കോമ്പൗണ്ട് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ഇസ് ക്വാളിറ്റി. അതിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നാച്ചുറൽ റബ്ബറിനെ സൾഫർ ഉപയോഗിച്ച് ഹീറ്റ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് വൾക്കനൈസേഷൻ എന്നാണ് പറയുന്നത്. എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് നാച്ചുറൽ റബ്ബർ ഇൻ ദി പ്രസൻസ് ഓഫ് സൾഫർ അല്ലെങ്കിൽ സൾഫർ കോമ്പൗണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു ഇൻക്രീസ് ഇസ് ക്വാളിറ്റി. നാച്ചുറൽ റബ്ബറിന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. എന്തിനാ ക്വാളിറ്റി കൂട്ടുന്നത്? അത് സിന്തറ്റിക് റബ്ബറിന്റെ അതേ യൂസ്, അതായത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഗുണങ്ങൾ കിട്ടുന്നതിന് വേണ്ടി നാച്ചുറൽ റബ്ബറിനെ സൾഫർ ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് വൾക്കനൈസേഷൻ കേട്ടോ. ഇതാണ് കാണിച്ചത്. ഇതാണ് എന്ത്? അതിന്റെ കെമിക്കൽ റിയാക്ഷൻ ആണ് കാണിച്ചത്. നമുക്ക് CH2C CH3, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട് CH. ഇത് നാച്ചുറൽ റബ്ബർ ഇല്ലേ, നാച്ചുറൽ റബ്ബറിന്റെ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഇതേപോലത്തെ ഒരു ഫോമാണ് നമ്മൾ കാണുന്നത്. നാച്ചുറൽ റബ്ബറാണ് ഈ കാണിച്ചത്. അതിന്റെ കുറേ ലെയറുകളാണ്. ഇത് ഒന്നാമത്തെ ലെയർ, ഇത് ഒന്നാമത്തെ ലെയർ, ഇത് രണ്ടാമത്തെ ലെയർ. അപ്പൊ കുറേ ലെയറുകൾ ഉണ്ടാവും. അപ്പൊ നാച്ചുറൽ റബ്ബറിന്റെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമ്മളെ ക്യാമറയിലൊന്നും കിട്ടൂല, ആറ്റം അല്ലെങ്കിൽ മോളിക്യൂളിനെ കാണുന്ന ക്യാമറകളുണ്ട്. ആ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഇതേമാതിരിയാണ് കിട്ടുക. ഇത് ഒന്നാമത്തെ ലെയർ ആണ്. ഇവിടെ ഒരു പ്ലസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഒന്നാമത്തെ ലെയർ, രണ്ടാമത്തെ ലെയർ. ഇത് രണ്ടും ഈ രണ്ട് ലെയറുകൾ മാത്രമേ നമ്മളിവിടെ കാണിച്ചിട്ടുള്ളൂ. അങ്ങനെ ആയിരക്കണക്കിന് ലെയറുകൾ ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യാം? അപ്പം ഈ ലെയറുകളെ ഇങ്ങനെ ഒരു ലെയറല്ല, ആയിരക്കണക്കിന് ലെയർ ഉണ്ടാവും. ഈ ലെയറാണെന്ത്? ഈ ലെയർ ഒന്നായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നാച്ചുറൽ റബ്ബർ എന്ന് കിട്ടും. നാച്ചുറൽ റബ്ബർ എന്ന് പറഞ്ഞാൽ എന്താണ്? പോളി 2-മീഥൈൽ 1,3-ബ്യൂട്ടാഡൈൻ. പോളി 2-മീഥൈൽ 1,3-ബ്യൂട്ടാഡൈൻ. അപ്പൊ പോളി 2-മീഥൈൽ 1,3-ബ്യൂട്ടാഡൈൻ്റെ ഫോട്ടോയുടെ ചെറിയൊരു ഭാഗമാണ് നമ്മളിവിടെ കാണിച്ചത് കേട്ടോ. ഇത് ഹീറ്റ് ചെയ്യുക. എന്ത് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ? സൾഫർ ഉപയോഗിച്ചിട്ട് ഹീറ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മൾ രണ്ട് ലെയർ കാണിച്ചിട്ട്, ഇത് ഒന്നാമത്തെ ലെയർ, രണ്ടാമത്തെ ലെയർ, ഇങ്ങനത്തെ കുറേ ലെയറുകൾ ഉണ്ടാവും കേട്ടോ. അപ്പൊ രണ്ട് ലെയർ ആഡ് ചെയ്യുക. രണ്ട് ലെയർ മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. പ്ലസ് സൾഫർ ഉപയോഗിച്ചിട്ട് ഹീറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇത് കിട്ടും. ഇതാണെന്ത്? വൾക്കനൈസ്ഡ് റബ്ബർ എന്ന് പറയുന്നത്. വൾക്കനൈസ്ഡ് റബ്ബർ. അപ്പൊ വൾക്കനൈസ്ഡ് റബ്ബർ എന്താണ്? ഇത് ഒന്നാമത്തെ ലെയർ, ഇത് രണ്ടാമത്തെ ലെയർ. അതിന്റെ ഇടയിൽ നോക്കി നിങ്ങൾ സൾഫർ വന്നു. എസ് പറഞ്ഞ സൾഫറിന്റെ ഇടയിൽ ക്രോസ് ലിങ്ക്ഡ് ബോണ്ട് എന്നാണ് പറയുക. ഒന്നാമത്തെ ലെയറിനും രണ്ടാമത്തെ ലെയറിനും ഇടയിൽ വരുന്ന ബോണ്ടാണ് ക്രോസ് ലിങ്ക്ഡ് ബോണ്ട്. സൾഫർ വന്നു വണ്ടിയിലെ. അപ്പം ഈ സൾഫർ ഈ ലെയറിന്റെ ഇടയിൽ വന്നതോടുകൂടി സൾഫർ നാച്ചുറൽ റബ്ബറിന് സിന്തറ്റിക് റബ്ബറിന്റെ അതേ പ്രോപ്പർട്ടി വന്നു. അതായത് നോൺ സ്റ്റിക്കിയാണ്, നല്ല ഇലാസ്റ്റിസിറ്റി വരും, അങ്ങനെ എല്ലാ പ്രോപ്പർട്ടിയും അതിന് വരും. ഓക്കെ, ഇതാണെന്ത്? വൾക്കനൈസ്ഡ് റബ്ബർ എന്ന് പറയുന്നത്. ഇനി മെറിറ്റ്സ് ഓഫ് വൾക്കനൈസ്ഡ് റബ്ബർ. വൾക്കനൈസ്ഡ് റബ്ബറിന്റെ ഗുണങ്ങൾ എന്താണ്? നേരത്തെ പറഞ്ഞില്ല, അതിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ഇലാസ്റ്റിസിറ്റി കൂടും, പിന്നെ തെർമലി സ്റ്റേബിൾ ആയിരിക്കും, പെട്ടെന്ന് മെൽറ്റ് ചെയ്യില്ല, പിന്നെ നോൺ സ്റ്റിക്കി ആയിരിക്കും, ഒട്ടിപ്പിടിക്കൂല, ഇലക്ട്രിക്കൽ ഇൻസുലേറ്റിംഗ് പവർ എന്ത് ചെയ്യും? കൂടും, പിന്നെ ഡസ് നോട്ട് അണ്ടർഗോ ഓക്സിഡേഷൻ നടത്തൂല, പിന്നെ ഈ ഡസ് നോട്ട് റിയാക്ട് വിത്ത് വാട്ടർ ആൻഡ് ഓർഗാനിക് സോൾവെന്റുമായി റിയാക്ട് ചെയ്യില്ല, വാട്ടറുമായി റിയാക്ട് ചെയ്യില്ല, ടെൻസൈൽ സ്ട്രെങ്ത് കൂടും. ഇതൊക്കെയാണ് അതിന്റെ പ്രോപ്പർട്ടി. അതിലൊക്കെ പോസിറ്റീവ്. ഇലാസ്റ്റിസിറ്റി കൂടും, തെർമലി സ്റ്റേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മെൽറ്റ് ചെയ്യൂല, നോൺ സ്റ്റിക്ക് ആണ്, ഒട്ടിപ്പിടിക്കൂല, പിന്നെ ഇൻസുലേറ്റിംഗ് പവർ കൂടും, ഡസ് നോട്ട് അണ്ടർഗോ ഓക്സിഡേഷൻ നടക്കൂല. അപ്പൊ ഈ പ്രോപ്പർട്ടി ഒക്കെ കൂടും. അപ്പൊ സിന്തറ്റിക് റബ്ബറിന്റെ പ്രോപ്പർട്ടി വരും.